അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. ശുദ്ധമായ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഫാത്തിഹ സൂറയുടെ മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഫാത്തിഹ സൂറത്തിന് സൂറത്തു റുഖിയ, സൂറത്ത് ഷാഫിയ എന്നൊക്കെ പേരുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബികൾ പലപ്പോഴായി ഫാത്തിഹ സൂറ പാരായണം ചെയ്തുകൊണ്ട് മന്ത്രിക്കാറുണ്ടായിരുന്നു. ആ മന്ത്രം കൊണ്ട് പലർക്കും രോഗശമനം ലഭിക്കുകയും ചെയ്തിരുന്നു. ഒരു യാത്രാ മധ്യേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ഒരിടത്ത് തങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ ചില അറബ് ഗോത്രക്കാരോട് ഞങ്ങൾ അതിഥിയായി സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ അവർ വിസമ്മതിച്ചു. അവർ ഈ സ്വഹാബികളെ അതിഥികളായി സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിനിടയിലാണ് അവരുടെ ഗോത്രത്തലവനെ വിഷം കുത്തിയത്. ചില ചികിത്സകൾ നടത്തിയെങ്കിലും ഒരു ഫലവും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കെ സ്വഹാബികൾ പറയുകയാണ്, അവർ ഞങ്ങളുടെ ഈ യാത്രാ സംഘത്തെ സമീപിച്ചു. എന്നിട്ട് ചോദിച്ചു, ഹൽ മിൻകും മുറാഖ്, നിങ്ങളുടെ അടുക്കൽ മന്ത്രിക്കുന്ന ആളുകളുണ്ടോ? അപ്പോൾ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മന്ത്രിക്കാം, പക്ഷേ നിങ്ങൾക്കങ്ങനെ ഫ്രീ ആയി മന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾ ഞങ്ങളോട് ആതിഥ്യ മര്യാദ കാണിക്കാനോ അതിഥിയായി ഞങ്ങളെ സ്വീകരിക്കാനോ വിസമ്മതിച്ചവരാണ്, കൂട്ടാക്കാത്തവരാണ്. അതിനാൽ പ്രതിഫലമായി എന്തെങ്കിലും പാരിതോഷികം തന്നാലല്ലാതെ ഞാൻ മന്ത്രിക്കുകയില്ല. അങ്ങനെ അവർ 30 ആടുകളെ നൽകാമെന്ന് സമ്മതിച്ചു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ ഗോത്രത്തലവന്റെ വിഷബാധ പൂർണ്ണമായി സുഖപ്പെട്ടു. അവർക്ക് അതിന് പാരിതോഷികം 30 ആടുകൾ നൽകുകയും ചെയ്തു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ സ്വഹാബികളുടെ സംഘത്തിൽപ്പെട്ട ചില ആടുകൾ പറഞ്ഞു, ഈ ആട് വീതിച്ച് എല്ലാവർക്കും കൊടുക്കണം എന്നൊരഭിപ്രായം പറഞ്ഞപ്പോൾ മന്ത്രിച്ച സ്വഹാബി പറഞ്ഞു, ആയിക്കോട്ടെ, നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി ഈ കാര്യങ്ങളൊക്കെ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശം പോലെ നമുക്ക് ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുകയുണ്ടായി. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിഹ മന്ത്രമാണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? നിങ്ങൾ ചെയ്തത് ശരിയാണ്. നിങ്ങൾക്ക് ലഭിച്ച ഈ പാരിതോഷികം നിങ്ങൾ വീതിച്ചെടുക്കുക, ഒരു വിഹിതം എനിക്കും തരിക. ഇമാം ബുഖാരി, മുസ്ലിം 2 മഹാന്മാരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിഷബാധയേറ്റ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹ സൂറ 7 തവണ ഓതി മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് തിർമിദിയിൽ കാണാം. ഇങ്ങനെ ഒട്ടനവധി മഹത്വങ്ങൾ ഫാത്തിഹ സൂറത്തിന് പറയാനുണ്ട്. വീഡിയോ ദൈർഘ്യമാകുന്നതുകൊണ്ട് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഫാത്തിഹ സൂറത്തിന്റെ ഓരോ ആയത്തുകളുടെ വിശദമായ അർത്ഥങ്ങൾ തന്നെ നമുക്കൊരുപാട് പഠിക്കാനുള്ളതാണ്. അല്ലാഹു നാഫിയായ ഇൽമ്, നല്ലത് പഠിക്കാനും പറയാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.